Welcome to RK's Stories. പ്രിയപ്പെട്ടവരെ, അത് തുടങ്ങും മുന്നേ അഫിലിയേറ്റഡ് പ്രോഗ്രാമിന്റെ കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിച്ചോളട്ടെ. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ഇടയ്ക്ക് താഴെ ചെറിയൊരു സ്ലിപ്പ് പോലെ മിൻട്രയുടെയോ ഫ്ലിപ്കാർട്ടിന്റെയോ ഒക്കെ പരസ്യങ്ങൾ വരാറുണ്ട്. എപ്പോഴെങ്കിലും ആ സൈറ്റുകളിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാനുള്ളപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന അത്രയും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്പിലേക്ക് കയറി വാങ്ങുവാൻ ശ്രമിക്കുമല്ലോ. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന സാധനം തന്നെ വാങ്ങണമെന്നില്ല. ആ സൈറ്റിൽ നിന്ന് എന്ത് വാങ്ങിയാലും ചെറിയൊരു കമ്മീഷൻ നമുക്ക് ലഭിക്കും. സാധിക്കുന്നവർ ദയവായി അത്തരത്തിലുള്ള സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇനി കഥയിലേക്ക്. ലവ് ഇൻ ഗോവ, എൻ ഐ ടി ലവ് സ്റ്റോറി, ഭാഗം 17. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഇടയ്ക്കൊന്ന് നിർത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചെങ്കിലും 13 മണിക്കൂർ കൊണ്ട് രാത്രിയോടെ അവർ ഗോവയിലേക്ക് എത്തി. ഡോ, നീ ഇത് എങ്ങോട്ടേ പോകുന്നേ? ഫ്ളാറ്റിലേക്ക് കയറാതെ ആരുഷ് ഗംഗയും നിമിഷയും താമസിക്കുന്ന ഫ്ളാറ്റിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നത് കണ്ട് അസി പുറകിൽ നിന്നും ചോദിച്ചു. അതിന് മറുപടിയായി അസിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ ഗംഗയുടെ ഫ്ളാറ്റിന് മുന്നിലേക്ക് എത്തി. ഇടക്ക് ഓപ്പെ അവളോട് പറയാൻ പറഞ്ഞെന്ന് കരുതി ഈ പാതിരാത്രിക്ക് തന്നെ വിളിച്ചുണർത്തി പറയണ്ട. ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ക്ഷമക്ഷയത്തിന് നല്ലതാണെന്ന്. അസി അവനെ പിടിച്ച് പുറകോട്ട് വലിച്ചു. ഒന്ന് പോയേടാ, എനിക്ക് വട്ടല്ലേ അവളെ രാത്രി വിളിച്ച് പ്രപ്പോസ് ചെയ്യാൻ. എടാ, ആശാൻ പറഞ്ഞത് നീയും കേട്ടല്ലേ? ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് സേഫ്. എടാ മോനെ, നാളെ കാലത്ത് മേക്ക് ഷുവർ ചെയ്താ പോരെ? ഈ രാത്രി തന്നെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ആ ശരി, എന്നാ നീ പോയിക്കോ. അതും പറഞ്ഞിട്ട് ആരുഷ് കാളിംഗ് ബെല്ലിൽ വിരലമർത്തി. അല്പസമയം കാത്തു നിന്നെങ്കിലും ആരും വന്ന് വാതിൽ തുറന്നില്ല. ഡാ ആരു, അവൾ എന്നെ എൽസം മരിച്ച ദുഃഖത്തില് രണ്ടരടിച്ച് കിടന്ന് ഉറങ്ങുമായിരിക്കും. നീ വന്നേ, നമുക്ക് നാളെ കാലത്ത് വരാടാ. അസിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം ആരുഷ് വീണ്ടും കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. വീണ്ടും കുറച്ചു നേരം കാത്തു നിന്നെങ്കിലും ആരെയും കാണാതെ വന്നതോടെ വിരലുകൾ കൊണ്ട് കഥകിലൊന്ന് താളമടിച്ചിട്ട് അവൻ അസിയെ തിരിഞ്ഞൊന്ന് നോക്കി. അടുത്ത നിമിഷം ഒന്നും പറയാതെ അവൻ തിരിഞ്ഞു നടന്നു. എന്തേ പോണത്? കുറച്ചു നേരം കൂടി നിന്ന് അടിക്കടാ ബില്ല്. ആരുഷിന്റെ പുറകെ താഴത്തേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് അസി കളിയാക്കി. താഴെ ഫ്ളാറ്റിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ആരുഷ് നേരെ അവന്റെ റൂമിലേക്കാണ് കയറിയത്. അവന് പുറകെ റൂമിലേക്ക് കയറിയ അസി ആരുഷ് കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു സൂട്ട് കേസ് വലിച്ചെടുക്കുന്നത് കണ്ട് ആകാംക്ഷയോടെ നോക്കി. അസിയുടെ മുന്നിൽ വെച്ച് ആരുഷ് ആ ബോക്സ് കട്ടിലേക്ക് വെച്ച് തുറന്നു. ഏറുകത്തികളും പലതരം ബോവി കത്തികളും അതിനകത്ത് നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട് അത്ഭുതം കൊണ്ട് അസിയുടെ വായൊന്ന് പൊളിഞ്ഞു. എന്തോന്നാടാ ഇത്? പവനായുടെ വെട്ടിയ? അസി തലയിൽ കൈവച്ചു. മിണ്ടാതെ വാടാ. അതിനകത്തു നിന്നും എന്തോ ചില സാധനങ്ങൾ കയ്യിലേക്ക് എടുത്തിട്ട് ആരുഷ് വീണ്ടും ഫ്ളാറ്റിന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പിനടുത്തേക്ക് നടന്നു. ഗംഗയുടെ ഫ്ളാറ്റിന് മുന്നിൽ വന്നു നിന്ന ആരുഷ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചതിന് ശേഷം കയ്യിലിരുന്ന താക്കോല് പോലെ അറ്റം വളഞ്ഞൊരു കമ്പി ഈ ഹോളിലൂടെ അകത്തേക്ക് കയറ്റി. അവൻ ചെയ്യുന്നത് നോക്കി പുറകിൽ വാ പിടിച്ചു നിന്ന അസി വാതിലിന്റെ ലോക്ക് തുറക്കുന്ന ക്ലിക്ക് ശബ്ദം കേട്ട് ചെറുതായൊന്ന് ഞെട്ടി. സത്യം പറ, എറണാകുളത്ത് നിനക്ക് എന്തായിരുന്നു പണി? ആരുഷിനോടൊപ്പം ഗംഗയുടെ ഇരുട്ട് നിറഞ്ഞ ഫ്ളാറ്റിനകത്തേക്ക് കയറുന്നതിനിടയിൽ അസി ചോദിച്ചു. അതിന് മറുപടി പറയാതെ അകത്തേക്ക് കയറിയതിനു ശേഷം വാതിലടച്ചിട്ട് ആരുഷ് മൊബൈലിലെ ടോർച്ച് തെളിച്ചു. ഹാളിന്റെ ഇടതുവശത്ത് കാണുന്ന മുറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് ആരുഷിന്റെ കയ്യിലിരുന്ന മൊബൈൽ ശബ്ദിച്ചു. അല്പം ഒരു വെപ്രാളത്തോടെ മൊബൈൽ എടുത്ത് നോക്കിയ ആരുഷ് പരിചയമില്ലാത്തൊരു നമ്പർ കണ്ട് ഒന്ന് സംശയിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ഹലോ, ആരുഷ് അല്ലേ? അപ്പുറത്തു നിന്നും അല്പം കനമുള്ള ഒരു ശബ്ദം. അതെ, ആരാണ്? അവൻ തിരിച്ചു ചോദിച്ചു. ഞാൻ യദുകൃഷ്ണൻ, ദേവഗംഗയുടെ അച്ഛനാണ്. ആരുഷ് ശ്വാസമൊന്ന് ഉള്ളിലേക്കെടുത്തു. പറയൂ അങ്കിൾ. ആരുഷിനെ പറ്റി വാസുവണ്ണം പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ വിളിക്കുന്നത്. ആരുഷ് ഇപ്പോ എവിടെയാ ഉള്ളത്? ഞാൻ പറയണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ അവനൊന്ന് നിർത്തി. ഞാനിപ്പോ ഗംഗയുടെ ഫ്ലാറ്റിലുള്ളത്. അപ്പുറത്തൊരു നിശബ്ദത. അവളെ അവിടെ തിരഞ്ഞിട്ട് കാര്യമില്ല ആരു, അവൾ അവിടെ ഇല്ല. ഞാൻ പറയുന്നത് ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. പറയൂ അങ്കിൾ. ദേവയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പക്ഷെ അവളുടെ ഫോണിന്റെ ഉള്ളില് ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. കഴിയുമെങ്കിൽ ആരുഷ് അവളെ ഒന്ന് അന്വേഷിക്കണം. വാസുവണ്ണം പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ. ശത്രുക്കളുണ്ട് അവളുടെ പുറകെ. അതുകൊണ്ട് ഒരു സംശയം, അവൾ അപകടത്തിലാണോ എന്ന്. അങ്കിള് ധൈര്യമായിട്ടിരിക്കെ, അവൾക്കൊരു കുഴപ്പവും വരില്ല. ഞാനിപ്പോൾ തന്നെ പുറപ്പെടാം. താങ്ക് യു. ആരുഷ് ഇപ്പൊ ദേവയുടെ ഫ്ലാറ്റിലാണെന്നല്ലേ പറഞ്ഞത്? അതെ. അവിടെ വലതുവശത്താണ് അവളുടെ മുറി. അങ്ങോട്ടേക്കൊന്ന് ചെല്ലാമോ? യദു അങ്കിൾ പറഞ്ഞ ദേവയുടെ റൂമിലേക്ക് അവൻ നടന്നു. അവിടെ കട്ടിലിനോട് ചേർന്ന് ഇടതുവശത്തായിട്ട് ഒരു ബെഡ് സൈഡ് ടേബിൾ ഉണ്ട്, കണ്ടോ? യെസ്, കണ്ടു അങ്കിൾ. ഓക്കെ, അതിന്റെ മുകളിലത്തെ വലിപ്പ് ഒന്ന് തുറന്നു നോക്കൂ. തുറന്നു. ആ, അതിനകത്ത് ചെറിയൊരു ബോക്സ് ഉണ്ടോ? യെസ് ഉണ്ട്. അത് ലോക്ക് ചെയ്തിട്ടില്ല, തുറക്കൂ.
യേതു അങ്കിൾ പറഞ്ഞതനുസരിച്ച് അവൻ ആ ബോക്സ് തുറന്നു നോക്കി. അതിനകത്ത് ഒരു US നിർമ്മിത കോൾട്ട് 1911 പിസ്റ്റൾ ഉണ്ടായിരുന്നു. അത് ഫുള്ളി ലോഡഡ് ആണ്. ആരുഷിന് അതൊക്കെ ഉപയോഗിക്കാൻ അറിയാമെന്ന് വാസുവണ്ണം പറഞ്ഞത്. പോകുമ്പോ അതുകൂടി കയ്യിൽ വെച്ചേക്കുക. ശരി അങ്കിൾ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെടുകയാണ്. നാളെ എവിടെ എത്തും? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. ശരി അങ്കിൾ. അവൻ ഫോൺ കട്ട് ചെയ്തു. ബോക്സിൽ നിന്നും ആ പിസ്റ്റൾ എടുത്ത് മാഗസിൻ റിലീഫ് ബട്ടണിൽ പ്രസ് ചെയ്ത് മാഗസിൻ പുറത്തേക്കെടുത്ത് ഫുള്ളി ലോഡാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി. അതിനുശേഷം മാഗസിൻ തിരികെ പിസ്റ്റലിന്റെ ബട്ടിലേക്ക് കയറ്റി ബാരൽ ഒന്ന് പുറകിലേക്ക് വലിച്ച് പിസ്റ്റൽ ലോഡ് ചെയ്തിട്ട് അത് ജീൻസിന്റെ പുറകിൽ താഴ്ത്തി ഷർട്ട് പുറത്തേക്കിട്ടു. ഡാ, എന്താ പരിപാടി? അവൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിന്ന് അസി ചോദിച്ചു. ചുമ്മാ. ആരുഷ് അവനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. കോപ്പെ നീ ഇത് എങ്ങോട്ടാ പോണേന്ന് പറ. ഗംഗയുടെ ഫ്ളാറ്റിന്റെ കതക് പൂട്ടി താഴേക്ക് നടക്കുന്ന ആരുഷിന് പുറകെ ചെന്നിട്ട് അസി ചോദിച്ചു. അവനോട് മറുപടി പറയാതെ ആരുഷ് താഴത്തെ നിലയിലേക്ക് എത്തി അവരുടെ ഫ്ളാറ്റിനകത്തേക്ക് കയറി മുറിയിൽ നേരത്തെ കട്ടിലിന് മുകളിൽ വെച്ചിരുന്ന ബോക്സിൽ നിന്നും 2-3 ചെറു ഏറുകത്തികൾ എടുത്ത് സോക്സിനകത്തേക്ക് തിരികെ കയറ്റി. 3-4 ഏറുകത്തികളും കൂടി കവറോടുകൂടി എടുത്ത് ഫുൾ സ്ലീവ് ഷർട്ടിന്റെ കൈക്കകത്തേക്ക് കയറ്റി ഷെൽത്ത് സ്ലിംഗ് ഉപയോഗിച്ച് കൈകളിലായി കെട്ടിവെച്ചു. അവൻ ചെയ്യുന്നതെല്ലാം നോക്കി കണ്ണും വീഴ്ച നിന്ന് അസിയെ പതുക്കെ തള്ളി മാറ്റിയിട്ട് ആരും മുന്നോട്ടേക്ക് നടന്നു. അവിടെ നിൽക്ക്, ഒന്ന് പറഞ്ഞിട്ടു എന്തിനാണ് പുറപ്പെടാന്ന്. ആരുഷിന്റെ മുന്നിലേക്ക് കയറി നിന്നിട്ട് അസി ചോദിച്ചു. എടാ, ഗംഗയെ കാണാനില്ല. എന്ത്? എടാ, അവളുടെ അച്ഛനാ നേരത്തെ എന്നെ ഫോണിൽ വിളിച്ചത്. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനാണ് നീ കത്തിയും തോക്കൊക്കെ എടുത്തിറങ്ങിയേക്കുന്നേ. എടാ, അവള് മിക്കവാറും ഡ്രഗ് സെന്ററിലുണ്ടാകും. ആരുടെയും ശല്യം ഇല്ലാതിരിക്കാൻ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവും. ഏയ് അല്ലടാ, അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്റെ മനസ്സ് പറയുന്നു. അവളുടെ ഫോണിന്റെ ലൊക്കേഷൻ അങ്കിൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളന്ന് പോയ ഡ്രഗ് സെന്റർ അല്ല. പിന്നെ അത് കാണിക്കുന്ന ലൊക്കേഷനെ ആ 3 കിങ്സ് ചാപ്പലാണ്. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ആരുഷു പറഞ്ഞു. വാട്ട്? ആ പ്രേത കൂടിയോ? എന്നിട്ട് നീ ഇപ്പൊ അതിരാത്രിക്ക് അങ്ങോട്ടാണോ പോകാൻ പോണേ? അതെ, നീ എന്റെ കൂടെ വരാൻ നിൽക്കണ്ട. അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായാല് നിന്റെ കാര്യം കൂടി നോക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ. അതിനാ ആരും വരുന്നു എന്റെ കൂടെ? എടാ, രാത്രി അങ്ങോട്ട് കയറ്റൂല. അനുവാദം ചോദിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. എന്നാ ചെല്ലി, കിട്ടുന്നത് മൊത്തം വാങ്ങിച്ചു കൂട്ടി. അസിയെ തിരിഞ്ഞു നോക്കി ചിരിച്ചിട്ട് ആരുഷ് ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. അവൻ നടന്നു പോകുന്നത് നോക്കി അസി എന്തോ ചിന്തിച്ചും കൊണ്ട് നിന്നു. ശേ, ഇവൻ എന്നെ തല്ലുകൊള്ളിച്ചിട്ടടങ്ങും തേണ്ടി. ഓടിച്ചെന്ന് ആരുഷിന്റെ ബുള്ളറ്റിന് പുറകിലേക്ക് ചാടിക്കയറിക്കൊണ്ട് അസി പറഞ്ഞു. എടാ അസി, നീ പറയുന്നത് കേക്ക്, നീ വരണ്ട. എന്തായാലും നീ ഒറ്റ പോയി തല്ലുകൊള്ളണ്ട. കുറച്ച് തല്ലിന്റെ ഉറവേ എനിക്കും ഉണ്ട്. വണ്ടി വിടളയാ. അവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ആരുഷ് തിരിഞ്ഞൊന്ന് അവനെ നോക്കിയിട്ട് ബുള്ളറ്റ് മുന്നോട്ടേക്ക് എടുത്തു. പള്ളിമുറ്റത്തെ ചരലിൽ ഉരഞ്ഞു നിന്ന ബുള്ളറ്റിൽ നിന്നും അസിയും പുറകെ ആരുഷും ഇറങ്ങി. ഹോ, ചില തമിഴ് പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നൊരു ത്രില്ല്, വല്ലാത്തൊരു കിക്ക്. അസി ഒന്ന് കൈകൾ കുടഞ്ഞു. അത് 2 കിട്ടുമ്പോ മാറിക്കോളും. പള്ളിയുടെ അകത്തേക്ക് നടന്നുകൊണ്ട് ആരുഷും പറഞ്ഞു. അസി അവിടെ നിന്ന് ചുറ്റിലും ആദ്യമൊന്ന് നോക്കി. മലമുകളിലെ പിശറൻ കാറ്റിൽ ഇലകൾ കലബല കൂട്ടുന്ന ശബ്ദം. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ കൽപ്പില്ലാതെ ചന്ദ്രൻ മേഘക്കീറുകൾക്കിടയിലേക്ക് മറഞ്ഞു. തിരിഞ്ഞു നോക്കിയ അസി ആരുഷിനെ അവിടെ കാണാതെ പള്ളിക്കകത്തേക്ക് ഓടി. അകത്ത് മൊബൈലും കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കി നിൽക്കുന്ന ആരുഷ്. എന്താടാ? അവന്റെ അടുത്തേക്ക് എത്തി അസി ചോദിച്ചു. എടാ, മൊബൈലിൽ കാണിക്കുന്ന ലൊക്കേഷൻ ഇതാ, പക്ഷെ ഇവിടെ ആരുമില്ല. ഇനി ഇതിന് മുകളിൽ വല്ലതും ആയിരിക്കൂടാ? അസി അവിടെ നിന്ന് മുകളിലേക്ക് നോക്കി. ഡാ മച്ചാനെ, മുകളിലായിരിക്കില്ല, ചിലപ്പോ താഴെയായിരിക്കും. അസിയുടെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കിയിട്ട് ആരുഷ് പറഞ്ഞു. എന്ത്? അതേടാ, ഈ പള്ളിയുടെ താഴെ 3 രാജാക്കന്മാരുടെ ശവകുടീരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അതിനകത്തേക്ക് കടക്കാനുള്ള വഴിയും കാണും. ഇനിയിപ്പോ അതവിടെ പോയി അന്വേഷിക്കാനാണ്. അസി അവിടെയൊന്നും ചുറ്റിനൊന്നും നോക്കി നിൽക്കാതെ എല്ലാ സ്ഥലമൊന്നും നോക്കണപ്പ. തറയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആരുഷു പറഞ്ഞു. പള്ളിക്കകത്ത് ഓരോ സ്ഥലവും നോക്കിക്കൊണ്ട് അവർ അൾത്താരയുടെ സമീപം വരെ എത്തി. പെട്ടെന്നാണ് കുമ്പസാരക്കൂട്ടിനടുത്ത് ചെറിയൊരു ശബ്ദം അവർ കേട്ടത്. ചുണ്ടിൽ വിരൽ വെച്ച് ആരുഷ് അസിക്ക് നിശബ്ദനായിരിക്കാൻ നിർദ്ദേശം നൽകി. ഇരുട്ടിൽ മറഞ്ഞു നിന്ന് അവർ കുമ്പസാരക്കൂടിനടുത്തു നിന്നും ഒരാൾ പതുക്കെ പുറത്തേക്ക് വരുന്നത് കണ്ട് പരസ്പരം നോക്കി. പുറത്തേക്ക് വന്നയാൾ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം പള്ളിയുടെ പുറത്തേക്ക് നടന്നു. അസി തിരിഞ്ഞ് ആരുഷ് നിന്നിരുന്ന സ്ഥലത്തേക്കൊന്ന് നോക്കി. അവിടം ശൂന്യമായിരുന്നു. വീണ്ടും തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു പോകുന്നയാളെ നോക്കി അസി കണ്ടു അയാൾക്ക് പുറകിൽ മറ്റൊരു നിഴൽ രൂപം. അത്രയും നേരം തന്റെ അടുത്തിരിക്കുകയായിരുന്ന ആരുഷാണത് എന്ന് ഇരുട്ടിലും അസി തിരിച്ചറിഞ്ഞു. ചേടാ, ഇവരിത് ഇത്ര പെട്ടെന്ന് അയാളുടെ പുറകിലെത്തിയ?
അസി നോക്കി നിൽക്കെ ആരുഷിന്റെ കൈകൾ ഒന്ന് ഉയർന്നു താണു. അവന് മുന്നിൽ നടക്കുകയായിരുന്ന ആൾ ഒരു ഞരക്കം പോലും ഉണ്ടാക്കാതെ പുറകിലേക്ക് മറിഞ്ഞു. ആരുഷ് അയാളെ പൊക്കിയെടുത്ത് പള്ളിയുടെ സൈഡിലുള്ള തൂണിന് മറവിലേക്ക് കിടത്തുന്നത് അസി അൾത്താരയുടെ പുറകിലിരുന്ന് നോക്കിക്കണ്ടു. ആരുഷ് തിരിഞ്ഞ് കുമ്പസാരക്കൂടിന് നേരെ നോക്കി. അസി ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി കൈകൊണ്ട് അവനോട് അവിടെ തന്നെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് ആരുഷ് ആ കുമ്പസാരക്കൂടിനടുത്തേക്ക് നടന്നു. അതിനകത്തേക്ക് കയറി നോക്കി ആരുഷിന് അവിടെ പ്രത്യേകിച്ചൊന്നും കാണുവാൻ സാധിച്ചില്ല. അകത്തേക്ക് കയറിയവൻ അതിനകം വിശദമായി പരിശോധിച്ചു. പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയാതെ നിരാശനായ അവൻ അതിനകത്തെ കസേരയിലേക്കിരുന്ന് കൈകൾ ചുരുട്ടി ആ കസേരയുടെ കൈപ്പിടിയിലേക്ക് ആഞ്ഞൊന്നടിച്ചു. ആ കസേരയുടെ കൈപ്പിടി ഒരു ലിവർ പോലെ പെട്ടെന്ന് താഴേക്കമർന്നു. ചെറിയൊരു കുലുക്കത്തോടെ ആ കസേര താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. കുലുക്കത്തോടെ താഴേക്കിറങ്ങുന്ന ആ കസേരയുടെ കൈകളിൽ ആരുഷ് മുറുക്കെ പിടിച്ചു. ഓടിയെത്തി അസി കാണുന്നത് കസേരയോടൊപ്പം താഴേക്ക് പോകുന്ന ആരുഷിനെയാണ്. അവൻ നോക്കി നിൽക്കെ ആരുഷ് താഴേക്ക് അകന്നു പോയി. കസേര പോയ ആ ഹോളിലൂടെ താഴേക്ക് നോക്കിയ അസിക്ക് ഇരുട്ടിൽ ഒന്നും കാണുവാൻ സാധിച്ചില്ല. കസേരയോടൊപ്പം താഴേക്ക് നീങ്ങിയ ആരുഷ് താഴെ ഇരുട്ട് നിറഞ്ഞൊരു മുറിയിലാണ് ചെന്ന് നിന്നത്. കസേരയുടെ നീക്കം നിലച്ച ഉടനെ അവൻ ആ കസേരയിൽ നിന്നും ചാടി ഇറങ്ങി. അതോടെ ആ കസേര പഴയതുപോലെ തിരികെ മുകളിലേക്ക് ഉയർന്നു. വെളിച്ചം തീരെയില്ലാത്ത അടഞ്ഞ മുറിയിലെ ഇരുട്ടിൽ ഒന്നും കാണുവാൻ സാധിക്കാതെ അവൻ അല്പസമയം നിന്നു. വലത്തെ കാലിലെ സോക്സിനടിയിൽ വെച്ച കത്തി പതുക്കെ ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അവൻ മൊബൈലിന്റെ ടോർച്ച് ഓൺ ചെയ്തു. ഇരുട്ടിന്റെ മറവിൽ കൂട്ടിയിട്ടിരിക്കുന്ന പഴയ വീഞ്ഞപ്പെട്ടികളും പഴക്കം ചെന്ന കസേരകളും മരക്കഷ്ണങ്ങളും തെളിഞ്ഞു വന്ന വെളിച്ചത്തിൽ അവൻ കണ്ടു. അകത്തേക്ക് പോകുന്ന ഒരു ചെറിയ വാതിൽ കണ്ട് ആരുഷ് അതിനടുത്തേക്ക് നടന്നു. ആ വാതിൽ കടന്നവൻ എത്തിയത് അല്പം വലിയൊരു ഹാളിലേക്കാണ്. അതിന് നടുവിൽ പഴകി ദ്രവിച്ചു തുടങ്ങിയ 3 കല്ലറകൾ. ഏറ്റവും ശക്തനാകുവാൻ പരസ്പരം കൊല്ലുകയും അവസാനം അവശേഷിച്ചയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ആ 3 രാജാക്കന്മാരുടെ ശവക്കല്ലറകൾക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നു. അതൊരടഞ്ഞ നിലവറയായിരുന്നു. പുറകിൽ നിന്നും ഒരു കൈ ആരുഷിന്റെ തോളിൽ അമർന്നു. ഞെട്ടിത്തിരിഞ്ഞ് അവന്റെ കൈയിലെ കത്തി ഒന്നുയർന്നു. അളിയാ ഞാനാടാ. തൊട്ടു പിന്നിൽ അസി. പാട്ടി, ഇപ്പൊ നിന്നെ കൊന്ന് ഞാൻ അകത്തായനെ. അവൻ കത്തി താഴ്ത്തി. എന്തേ കാര്യം? ഈ ഹാളിൽ നിന്ന് മറ്റു വാതിലുകളൊന്നും കാണുന്നില്ലല്ലോടാ. അസി അവിടെ നിന്ന് ചുറ്റിനൊന്ന് നോക്കി. ഗംഗേ! ആരുഷിനെ പോലെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചുപോയി. മിണ്ടാതിരിക്കടാ. അസിയുടെ വാ പൊത്താൻ ശ്രമിച്ചുകൊണ്ട് ആരുഷ് പറഞ്ഞു. ആ നിനക്ക് ഗംഗയെ കണ്ടുപിടിക്കണ്ടേ? അസി അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് ചോദിച്ചു. അതിനിങ്ങനെ നടന്ന് വിളിച്ചു പോയാല്? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എടാ, ഇതിനകത്ത് ഇപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ വരും. നീ വേറെ റെഡി ആയിക്കോ. അസി ആരുഷിനെ നോക്കി ഒന്ന് ഇളിച്ചു. അടുത്ത നിമിഷം ചുമരിൽ നിന്നും ഒരു ശബ്ദം അവർ കേട്ടു. നോക്കി നിൽക്കെ മുന്നിലുള്ള മരത്തിന്റെ ഭിത്തി ഒരു വശത്തേക്ക് തിരിഞ്ഞു വന്നു. ഭിത്തി പോലെ തോന്നിച്ച ആ ഭാഗം ഒരു വാതിലായിരുന്നു. ഓഹോ, പഴയ ജോസ് പ്രകാശിന്റെ ഉള്ളസങ്കേതം പോലുണ്ട്. തുറന്നു വരുന്ന ആ വാതിലിന് നേരെ നോക്കി അസി പറഞ്ഞു. അതിനകത്തു നിന്നും കണ്ടാൽ ബൗൺസേഴ്സിനെ പോലെ തോന്നിക്കുന്ന 6 പേരാണ് പുറത്തേക്ക് വന്നത്. അടിപൊളി. അപ്പൊ എങ്ങനെ തുടങ്ങുകയല്ലേ അളിയാ? കൈ ഒന്ന് കുടഞ്ഞ് അസി തയ്യാറെടുത്തു. പിന്നെന്താ, വേണം നീ ആദ്യം ചെല്ല്. ഏയ്, അത് വേണ്ട. നിന്റെ എല്ലാം ആവശ്യം, നീ തന്നെ ചെല്ലാദ്യം. അസി പറഞ്ഞു തീരുന്നതിന് മുന്നേ ആരുഷ് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞിരുന്നു. അസി നോക്കി നിൽക്കെ ആ 6 പേരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയ ആരുഷിന്റെ നീക്കങ്ങൾ ഒരു മിന്നായം പോലെയാണ് അവൻ കണ്ടത്. ആരുഷിനെ പഞ്ച് ചെയ്യാൻ വീശി അവരുടെ കൈകളുടെ ഇടയിൽ നിന്നും പുള്ളിപ്പുലിയുടെ വേഗതയിൽ അവൻ ഒഴിഞ്ഞു മാറുന്നതും അവന്റെ ഇടത്തെ കൈയും വലത് കൈയിൽ പിടിച്ചിരിക്കുന്ന ചെറു കത്തിയും ആ കൈകളിൽ പതിക്കുന്നതും ചോര ചീറ്റിത്തെറിക്കുന്നതും അസി വായും പൊളിച്ചു നോക്കി നിന്നു. അലറിക്കരയാൻ തുടങ്ങിയ അവരുടെ കണ്ഠനാളങ്ങളിൽ ആരുഷിന്റെ ചുരുട്ടിയ മുഷ്ടി ശക്തിയോടെ പതിച്ചു. അവർ ഓരോരുത്തരായി ഒരു ഞരക്കത്തോടെ മറിഞ്ഞു വീഴുന്നത് നോക്കി നിൽക്കുകയായിരുന്ന അസിയുടെ കഴുത്തിലൂടെ പുറകിൽ നിന്നും ഒരു കൈ വന്ന് വട്ടം പിടിച്ചു. കഴുത്തിൽ മുറുകുന്ന കൈകളുടെ കരുത്തിൽ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അസി മുഴുവൻ ശക്തിയുമെടുത്ത് തല കൊണ്ട് പുറകോട്ട് ആഞ്ഞടിച്ചു. പുറകിൽ നിന്നവന്റെ മൂക്കിൽ ചെന്ന് തല അടിക്കുന്ന ശബ്ദം. ഒരു ഞരക്കം. അസിയുടെ കഴുത്തിലെ പിടി അയഞ്ഞു. ഒന്ന് വെട്ടിത്തിരിഞ്ഞ അസിയുടെ കാലുകൾ ശക്തിയോടെ പുറകിൽ നിന്നവന്റെ നാഭിയിൽ പതിച്ചു. വയറിൽ കൈയമർത്തി താഴേക്ക് കുനിഞ്ഞവന്റെ മുഖമടച്ച് അസിയുടെ കാല് വീണ്ടും പതിഞ്ഞു. താടിയല് തകർന്ന അവനും താഴേക്ക് വീണു. അസിയുടെ പ്രകടനം നോക്കി നിൽക്കുകയായിരുന്ന ആരുഷ് പുറകിൽ നിന്നും ഒരു ചവിട്ടുകൊണ്ട് മുന്നിലേക്കൊന്ന് വേച്ചു. വലതുമുട്ടു മടക്കി തറയിൽ കൈകുത്തി ബാലൻസ് ചെയ്ത അവൻ മുഖമുയർത്തി മുന്നിൽ നിൽക്കുകയായിരുന്ന അസിയെ നോക്കി കണ്ണിറുക്കി. ആരുഷിന്റെ പുറകിലേക്ക് നോക്കി അസിയുടെ മുഖം ചെകുത്താനെ കണ്ടതുപോലെ വിളറി വെളുക്കുന്നത് കണ്ട് ആരുഷ് ചാടി എഴുന്നേറ്റു. വെൽക്കം ടു ദ റിയൽ ഷോ മിസ്റ്റർ ആരുഷ്. പുറകിൽ നിന്നും ചിരപരിചിതമായ ഒരു ശബ്ദം കേട്ട് ആരുഷ് ഞെട്ടിത്തിരിഞ്ഞു. അവർക്ക് പിന്നിൽ കറുത്ത സ്കിൻ ടൈറ്റ് ജീൻസും ജാക്കറ്റും ധരിച്ച്
കയ്യിൽ ജപ്പാനീസ് നിഞ്ചകളുടെ ആയുധമായ കറ്റാനയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അനഘയും സിതാരയും. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.